ഗൾഫ് നാടുകളിലിപ്പോൾ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ പ്രത്യേകിച്ച് UAE-യിലൊക്കെ ക്ലൗഡ് സീഡിങ് വഴിയാണ് ഇവർ മഴ പെയ്യിപ്പിക്കാറ്, അതായത് കൃത്രിമമായിട്ട് പെയ്യിപ്പിക്കുന്ന മഴ. എന്നാൽ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ശരിക്കും നാച്ചുറലായിട്ട് തന്നെയാണ്. ഒമാനിലാണ് ഈ മഴ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് UAE-യിലും മറ്റു GCC കൺട്രികളിലൊക്കെ ഈ മഴ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒമാനിലിപ്പോൾ പ്രളയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രക്കും മഴയാണ് ഒമാനിൽ പെയ്തിട്ടുള്ളത്. ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒമാനിൽ. UAE-യിൽ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ്, ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട്. ഇതിനോടകം തന്നെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള മഴക്കാലം പോലെയല്ല ഗൾഫിലൊക്കെ മഴ പെയ്യുമ്പോൾ. കാരണം നമ്മുടെ നാടുകളിലൊക്കെ മഴ പെയ്താലും വെള്ളം പോകാൻ തോടുകളും അതുപോലെ തന്നെ കടലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തോടുകളൊന്നുമില്ല, പിന്നെ കടലാണ്. പക്ഷേ കടലിലേക്കാണെങ്കിൽ ഇവരങ്ങനെ വെള്ളം അധികമൊന്നും ഇവർ ഒഴുക്കി വിടില്ല. കാരണം കൂടുതലും മഴവെള്ളം ഇവർ വലിയ ടാങ്കർ ലോറി വന്ന് ആ വെള്ളം എല്ലാം വലിച്ചെടുത്തിട്ട് അത് പിന്നെ ഫിൽട്ടർ ചെയ്തിട്ട് വീണ്ടും അവർ ഉപയോഗത്തിനായിട്ട് മാറ്റും. അങ്ങനെയാണ് ഇവിടെ ചെയ്യൽ. ചെറിയ തോതിൽ മഴ പെയ്താൽ തന്നെ റോഡിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കും. ഈ റോഡുകളിലൊക്കെ നിൽക്കുന്ന വെള്ളം ഇവർ പെട്ടെന്ന് തന്നെ ഈ ടാങ്കർ ലോറിൽ വലിച്ചെടുക്കും. പക്ഷേ ഈ സ്ഥലങ്ങളിൽ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളം അങ്ങനെ തന്നെ ഉണ്ടാവും അവിടെ മാസങ്ങളോളം. കാരണം ഇവിടുത്തെ ഭൂമി വെള്ളം അത്രയ്ക്ക് വലിച്ചെടുക്കില്ല. കാരണം ഇവിടെ ചതുപ്പ് സ്ഥലങ്ങളാണ്. നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളെല്ലാം മരുഭൂമിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും വെള്ളം അങ്ങനെ വലിച്ചെടുക്കില്ല ഭൂമി. മഴ പെയ്തു തുടങ്ങിയാൽ പിന്നെ 2-3 ദിവസത്തിന് ഗൾഫ് രാജ്യങ്ങളിലെ ജീവിതസ്ഥിതി വളരെ മോശമായിരിക്കും. കാരണം റോഡുകളിലൊക്കെ ഫുള്ള് വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾക്കെല്ലാം അധികമായിട്ടത് ബാധിക്കും. കാരണം വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് വാഹനങ്ങളുടെ എഞ്ചിനൊക്കെ തകരാറായിട്ട് ഒരുപാട് വാഹനങ്ങൾ ആ വെള്ളക്കെട്ടി തന്നെ നിർത്തിയിട്ടാണ് ഡ്രൈവർമാർ പോയിട്ടുണ്ടാവും. പിന്നെ ആ വെള്ളമൊക്കെ പറ്റിയിട്ടാണ് ഇവർ പിന്നെ വണ്ടി കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യുന്നത്. മഴ പെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആലിപ്പഴ വീഴ്ചയും സംഭവിക്കാറുണ്ട് ഇവിടെ. UAE-യിൽ കൂടുതലായിട്ടും അലൈന്, ഫുജൈറ ഭാഗങ്ങളിലാണ് കൂടുതൽ ഈ ആലിപ്പഴ വീഴ്ച ഉണ്ടാവൽ. അങ്ങനെ വരുമ്പോഴും വാഹനങ്ങൾക്ക് പ്രശ്നം തന്നെയാണത്. കാരണം ഡയറക്റ്റ് വണ്ടിൻ്റെ ഗ്ലാസ്സുമേലൊക്കെ വന്ന് തട്ടുമ്പോൾ ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനത്തെ ശക്തമായ മഴ എന്നൊക്കെ പറയുമ്പോൾ 1-2 പ്രാവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് തന്നെ അവർ അതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കും. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ട്രാഫിക് ബോർഡുകളിലൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടാകും മഴയാണ്, വാഹനങ്ങൾ സൂക്ഷിച്ചു പോവുക എന്നൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ ഒരു മുൻകരുതലാണ്. ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴയ്ക്ക് ശേഷം ഇനി ഒരു 2-3 മാസം കഴിഞ്ഞാൽ കനത്ത ചൂടാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ആസ്വദിക്കുന്നവരുണ്ട്. കാരണം നാട്ടിലൊക്കെ മഴയത്ത് നമുക്ക് നല്ല രസമായിരിക്കും. അപ്പോൾ ആ ഒരു വൈബ് ഇവിടെ അതേപോലെ തന്നെ ആസ്വദിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇവിടുത്തെ മഴയൊക്കെ കൂടുതലും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മഴ മാത്രമല്ല, മഴേൻ്റെ കൂടെ മഴേൻ്റെ ചങ്ങാതിമാരായ ഇടിയും മിന്നലും അതൊക്കെ ഉണ്ട് രാത്രി ആയാൽ. ഇങ്ങനത്തെ മഴയൊക്കെ പെയ്യുമ്പോൾ ശരിക്കും ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഈ മഴ നല്ലോണം ബാധിക്കും. കാരണം നമുക്ക് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ജോലിക്ക് പോയാൽ തന്നെ ജോലി സ്ഥലങ്ങളിലും ഇനിയിപ്പോൾ വെള്ളം കയറിയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളം കെട്ടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിൽ ഷോക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇന്നലെ UAE-യിൽ ഒരു യുവാവ് മരണപ്പെട്ടിട്ടുണ്ട്, ഷോക്ക് തട്ടിയിട്ട് വെള്ളത്തിലിറങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മഴ പെയ്യുമ്പോഴും മഴയത്ത് നമ്മൾ ആസ്വദിക്കുമ്പോഴൊക്കെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളെ നാട് പോലെയല്ല. ഒമാന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മഴയുള്ളത് ഇപ്പോൾ UAE-യിലാണ്. പിന്നെ സൗദി, ഖത്തർ, അവിടെയൊക്കെ ചെറിയ തോതിൽ മഴയുണ്ട്. വാർത്തകളിലൊക്കെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും 2 ദിവസം ഈ മഴ തുടരുന്നതാണ്. ഇപ്പോൾ പെയ്ത മഴയ്ക്ക് തന്നെയാണ് ഇത്രയും വെള്ളപ്പൊക്കം ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഒരു 2 ദിവസം കൂടി ഇതേ മഴ തുടർന്നാൽ ശരിക്കും ഒരു വൻ നഷ്ടം തന്നെ ആയിരിക്കും അത് ഗൾഫ് രാജ്യങ്ങളിൽ. കാരണം ഇത്തരം വെള്ളക്കെട്ട് അനുഭവപ്പെടുമ്പോൾ പിന്നെ ജീവിതമാർഗ്ഗങ്ങളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും. ഈ മഴ എന്ന് പറയുന്നത് ശരിക്കും ഒരു മനുഷ്യനെ മടി പിടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ജോലിക്ക് പോകാൻ ഒരു മടിയായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് പോകാൻ തന്നെ നമുക്കൊരു മടിയായിരിക്കും മഴ പെയ്യുമ്പോൾ. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ എത്ര മഴ പെയ്താലും രാത്രി നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ AC ഉണ്ടായതുകൊണ്ട് മഴേൻ്റെ ആ ഒരു സുഖം നമുക്ക് അനുഭവപ്പെടില്ല. നമ്മുടെ നാടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴയുള്ള ദിവസം രാത്രി നമുക്ക് കിടന്നുറങ്ങാൻ നല്ല രസമായിരിക്കും, പുതച്ച് മൂടി കിടന്നുറങ്ങാം അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഫുൾ ടൈം AC ആണ്. അപ്പോൾ പുറത്ത് മാത്രമേ നമുക്ക് ആ മഴ അനുഭവപ്പെടുള്ളൂ. നമ്മുടെ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴ അനുഭവപ്പെടില്ല. കാരണം റൂമിൽ നമ്മൾ AC ഓണാക്കും. അപ്പോൾ നമുക്ക് ആ ഒരു മഴേൻ്റെ ഒരു അനുഭവം റൂമിൽ കിട്ടില്ല. പിന്നെ ഇവിടുത്തെ റോഡുകളിലെ ട്രാഫിക്കിൻ്റെ കാര്യം പിന്നെ പറയണ്ട, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് റോഡ് മൊത്തം. അപ്പം നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നവർ അതിൽ നിന്ന് കഴിച്ചിലായി. ഇപ്പോഴൊക്കെ ഭയങ്കര ട്രാഫിക്കാണ്. ദുബായിലും അബുദാബിയിലൊക്കെ നല്ലപോലെ തന്നെ ട്രാഫിക് ഉണ്ട്. 5 മണിക്കും 6 മണിക്കും ഡ്യൂട്ടി കഴിഞ്ഞവരൊക്കെ 10 മണിക്കും 11 മണിക്കെല്ലാം റൂമിലെത്തിയിട്ടുള്ളത്. ഈ മഴ പെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളാണ്, അതായത് ക്ലീനിങ് തൊഴിലാളികൾ. അതുപോലെ തന്നെ ഓരോ ബിൽഡിങ്ങിലെയും നാത്തൂറുകൾ, ആ ബിൽഡിങ് നോക്കി നടത്തുന്ന അവർക്കെല്ലാം നല്ലപോലെ തന്നെ പണിയായിരിക്കും ഇപ്പോൾ.
ബിൽഡിങ്ങുകൾ എപ്പോഴും ക്ലീൻ ആയിരിക്കണം എന്നുള്ളത് ആ ബിൽഡിംഗ് മുതലാളിയുടെ ഒരു ആവശ്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ലീനിങ് തൊഴിലാളികൾ ഓരോരുത്തരും ആ ബിൽഡിംഗ് താമസിക്കുന്ന ഓരോ താമസക്കാരും പുറത്തു പോയി വരുമ്പോഴും ഓരോരുത്തർ വരുമ്പോൾ അവരത് ക്ലീനാക്കും. കാരണം എപ്പോഴും നീറ്റായിരിക്കണം, അത് മഴക്കാലമാണെങ്കിലും അല്ലെങ്കിലും. ചുരുക്കി പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ മഴ ഒരു ആസ്വദിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പക്ഷെ നമ്മുടെ ആ സമയത്തെ സന്ദർഭം ചിലപ്പോൾ നമുക്ക് ഈ മഴ ആസ്വദിക്കാൻ പറ്റിക്കോളണം എന്നില്ല, അല്ലേ? അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇതിനൊരു ലൈക്ക് ചെയ്യണം. കാരണം എത്ര പേർക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. ഇനിയും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.